സ്റ്റുഡൻസ്, ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് in the previous section we have discussed about the motion under gravity. മോഷൻ under ഗ്രാവിറ്റിയിലെ എങ്ങനെയാണ് പൊസിഷൻ ടൈം ഗ്രാഫ് വരുന്നത്? നെഗറ്റീവ് രീതിയിലാണല്ലേ. നേരെ പാരാബോള ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞു? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണെങ്കിൽ പാരാബോളയുടെ പൊസിഷൻ ടൈം ഗ്രാഫിൽ പാരാബോള ആണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിൽ എന്ത് വരും? സ്ട്രെയിറ്റ് ലൈൻ വരും. നേരെ ആക്സലേഷൻ ടൈം ഗ്രാഫിൽ എന്ത് വരും? കോൺസ്റ്റന്റ് വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെഗറ്റീവ് ആയതുകൊണ്ട് നെഗറ്റീവ് ഡയറക്ഷനാണ് വരുന്നത്. നെഗറ്റീവ് ഡയറക്ഷനുള്ള പാരബോള, നെഗറ്റീവ് ഡയറക്ഷനുള്ള സ്ട്രെയിറ്റ് ലൈൻ, കറസ്പോണ്ടിങ് ആയിട്ട് ആക്സലേഷൻ എന്നാൽ നെഗറ്റീവ് ആക്സലേഷൻ, കോൺസ്റ്റന്റ് ആക്സലേഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ആണ്. നിങ്ങൾക്ക് അറിയാം എന്തൊക്കെ ഇക്വേഷൻസ് ഉണ്ട്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എഫ് ഈക്വൽ ടു എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി ഈക്വൽ ടു യു സീറോ പ്ലസ് ടു എ എസ് അല്ലെ? വി ഈക്വൽ ടു യു പ്ലസ് ടു എ എസ്. അങ്ങനെ മൂന്ന് ഇക്വേഷൻസ് ആണ് ഉള്ളത്. വി എന്ന് പറഞ്ഞാൽ ഫൈനൽ വെലോസിറ്റി, യു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്ന് പറഞ്ഞാൽ ടൈം, എ എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ, എസ് ഇസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. ഇത്രയും കാര്യങ്ങളൊക്കെ അറിയാമെന്ന് വിചാരിക്കുന്നു. So move on to kinematic equation for uniformly accelerated motion. First of all, നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ഓൺലി യൂണിഫോംലി ആക്സലറേറ്റഡ് ബോഡീസിന് മാത്രമേ ഈക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. നമ്മുടെ ആക്സലറേഷൻ ഡിസ്കണ്ടിന്യൂസ് അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ലെങ്കിൽ യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആക്സലറേഷൻ എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോ ആക്സലറേഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻസ് ഒന്നും ആപ്ലിക്കബിൾ അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കറിയാം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണല്ലോ. അപ്പോൾ ആക്സലറേഷൻ എനിക്ക് എ ഡിനോട്ട് ചെയ്യാലോ. എ ഈക്വൽ ടു, ഞാൻ എന്ത് ചെയ്തു? വി ഇസ് ദ ഫൈനൽ വെലോസിറ്റി, യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, ആൻഡ് ഐ ആം സ്റ്റാർട്ടിങ് ഫ്രം ടൈം ഈക്വൽ ടു ടി ഈക്വൽ ടു 0 ടു ഞാൻ ടി ഈക്വൽ ടു ടി, ഞാൻ 0 എന്നുള്ള ടൈമിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത് എന്ത്? വെലോസിറ്റി. എൻ്റെ 0 ടൈമിലുള്ള വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആണ്. യു ഈസ് മൈ ഇനീഷ്യൽ വെലോസിറ്റി. ദാറ്റ് ഈസ് വെൻ ടൈം ഈക്വൽ ടു 0 മൈ വെലോസിറ്റി ഈസ് യു, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. പിന്നെ ടൈം ടി ആകുമ്പോൾ എൻ്റെ വെലോസിറ്റി എത്രയാണ്? വി, ദാറ്റ് ഈസ് ഫൈനൽ വെലോസിറ്റി. ഓക്കെ, നൗ I can write the acceleration equation v equal to a equal to v minus u by t minus 0 അല്ലേ? ഓക്കെ ആണല്ലോ. ഇന്ന് എനിക്ക് എ എന്ത് കിട്ടി? എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡ് ബൈ ടി അല്ലേ? ദെൻ എ ഈക്വൽ ടു a equal to at equal to എന്ത് കിട്ടി? v minus u. Stop like this. ഇപ്പൊ എനിക്ക് എന്ത് കിട്ടി? at equal to v minus 2 എന്നുള്ള ഇക്വേഷൻ കിട്ടിയല്ലേ? ഓക്കെ ആണല്ലോ. ഈ കൈനമാറ്റിക് ഇക്വേഷൻസ് എന്തിനാണ്? എനിക്കിപ്പം എനിക്ക് ഇനീഷ്യൽ വെലോസിറ്റിയും ഫൈനൽ വെലോസിറ്റിയും ടൈം ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? ആക്സലേഷൻ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ ഇനീഷ്യൽ വെലോസിറ്റിയും ടൈമും ആക്സലേഷൻ ഉണ്ടെങ്കിൽ എനിക്ക് എന്ത് കണ്ടുപിടിക്കാം? എൻ്റെ പൊസിഷൻ എന്തെന്ന് കണ്ടുപിടിക്കാം. ഇത്തരം കാര്യങ്ങൾക്കാണ് എന്ത് കൈനമാറ്റിക് ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു യൂണിഫോംലി ആക്സലറേറ്റഡ് ബോഡീസിന് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ ഇക്വേഷൻസ് പോസിബിൾ ആയിട്ടുള്ളൂ. സോ ഐ ആം ഡിറൈവിംഗ് ദ ഇക്വേഷൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. പ്ലീസ് കോൺസെൻട്രേറ്റ്. ഓക്കെ, ഞാൻ എൻ്റെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ
ഞാൻ യൂണിഫോം ആക്സലറേറ്റഡ് ഗ്രാഫിൽ നിന്നുമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് എൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യുന്നത്. വേറെ കുറേ മാർഗങ്ങളുണ്ട്, പക്ഷെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സാമിനും ഇതുപോലെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. അപ്പോൾ ആദ്യം തന്നെ എന്ത് ചെയ്യുക, v മൈനസ് യു ഈക്വൽ ടു 80 എന്നുള്ള ഈ ഫസ്റ്റ് ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് വെക്കുക, നേരത്തെ പറഞ്ഞ പോലെ. ഓക്കെ, this is our first equation. Now we can move on to the graph. ഗ്രാഫിലോട്ട് പോവാം. This is my graph. നോക്കുക, ഇവിടെ വെലോസിറ്റി ടൈം ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇത് വെലോസിറ്റി, ഇത് ടൈം. പിന്നെ ടൈം 0 ആകുമ്പോൾ ഇതാ കണ്ടോ, O എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. t ഈക്വൽ ടു 0 എന്നുള്ള പോയിന്റ് അല്ലേ O എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്റെ വെലോസിറ്റി എന്താണ്, v0 അല്ലെങ്കിൽ u എന്ന് എഴുതിയാൽ മതി നിങ്ങൾ കേട്ടോ. ഇവിടെ എന്താണ്, u ആണ് കേട്ടോ, v0 എന്ന് വേണ്ട. ഇല്ലെങ്കിൽ ഈ യുവിനെ എന്ത് ചെയ്യുക, v0 ആക്കി എഴുതിയാൽ മതി. ജസ്റ്റ് സിമ്പിൾ ആണെന്നുള്ളൂ, സിമ്പിൾ, ഓൺലി സിമ്പിൾ, വേറൊരു പ്രശ്നമില്ല. അപ്പൊ യുവിന് എന്ത് ചെയ്യുക, v0 എന്നാക്കി എഴുതുക, v0. ഇത് v0 ആണ് കേട്ടോ, ഇനീഷ്യൽ വെലോസിറ്റി എന്നാണ് അർത്ഥം. അപ്പോൾ 0 ടൈമിൽ എന്റെ വെലോസിറ്റി v0, ദാറ്റ് ഈസ് ഇനീഷ്യൽ വെലോസിറ്റി. ഇനീഷ്യലായിട്ട് എനിക്ക് കുറച്ച് വെലോസിറ്റി ഉണ്ട്, അതുകൊണ്ടാണ് എന്ത് ഗ്രാഫ് ഇവിടുന്ന് തുടങ്ങിയത്. നമ്മൾ ആക്ച്വലി ഗ്രാഫ് ഇവിടുന്നല്ലേ തുടങ്ങാറ്. അതെപ്പോഴാണ്, ടി ടൈം ഈക്വൽ ടു 0 ആകുമ്പോൾ എന്റെ വെലോസിറ്റി 0 ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടുന്നാണ്. കാരണം എന്താണ്, എനിക്ക് 0 ടൈമിൽ ഞാൻ ടൈം 0 ആകുമ്പോൾ എനിക്ക് എന്തുണ്ട്, ഒരു പ്രത്യേകമായിട്ടുള്ള വെലോസിറ്റി ഉണ്ട്, അതാണ് ഈ ഗ്രാഫ് കാണിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് കണ്ടോ, വെലോസിറ്റി ടൈം ഗ്രാഫിൽ സ്ട്രെയിറ്റ് ലൈൻ ആണല്ലോ ഇത്. നമ്മൾ കണ്ടല്ലോ കുറെ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വന്നത്. ഇത് എന്തിനാണ് സൂചിപ്പിക്കുന്നത്, യൂണിഫോം ആക്സിലറേറ്റഡ് മോഷൻ അല്ലേ ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഞാൻ പറഞ്ഞു കൈനമാറ്റിക് ഇക്വേഷൻസ് എല്ലാം എന്താണ്, യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡീസിന് മാത്രമുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ യൂണിഫോമിലി ആക്സിലറേറ്റഡ് ബോഡീന്റെ ഗ്രാഫാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. എനിക്ക് ഇനീഷ്യലായിട്ട് v0 വെലോസിറ്റി ഉണ്ട്, ദെൻ മൈ ഗ്രാഫ് ഈസ് going like this, that is uniformly accelerated motion ആണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ t എന്നുള്ള ടൈമിൽ എന്റെ പൊസിഷൻ എന്താണ്, എന്റെ വെലോസിറ്റി എന്താണ്, v. t എന്നുള്ള ടൈമിൽ എന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ v ആണ്. കണ്ടോ, കറക്റ്റ് ഇങ്ങനെ കണ്ടുപിടിക്കുക ഗ്രാഫിൽ നിന്നും. അപ്പോൾ ഞാൻ ഇവിടെ എത്തിക്കഴിഞ്ഞു. നൗ ഞാൻ പറഞ്ഞു വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ അണ്ടർ ദ കർവ്. ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇത്രയും ഏരിയ, ഈ രണ്ട് ഏരിയ ഉണ്ടല്ലോ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? യെസ്, അതന്നെ പറഞ്ഞോളൂ. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെന്റ്. ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ്. ഏരിയ എന്താണ്, അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് d ആണ്. ഡിസ്പ്ലേസ്മെന്റ് d ആണ് സൂചിപ്പിക്കുക, ജസ്റ്റ് ഓർത്തിരിക്കാൻ. അപ്പൊ ഏരിയ അണ്ടർ ദി വെലോസിറ്റി ടൈം ഗ്രാഫ് ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് ആണല്ലേ. അപ്പൊ എനിക്ക് ഈ ഏരിയ കണ്ടെത്തിയാൽ എനിക്ക് എന്ത് ചെയ്യാം, ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താലോ. അപ്പൊ ഞാൻ ഈ ഗ്രാഫിന്റെ ഏരിയയിൽ നിന്നും ഞാൻ ഡിസ്പ്ലേസ്മെന്റിലേക്ക് എത്താൻ പോവുകയാണ്. ഓക്കെ, ഗ്രാഫ് നമുക്ക് മനസ്സിലായല്ലോ. നെക്സ്റ്റ്, ഈ ഗ്രാഫിനെ ഞാൻ രണ്ട് ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാണ്. ഒന്ന് ഒരു ട്രയാങ്കിൾ പോർഷനും രണ്ട് റെക്ടാങ്കിൾ പോർഷനും. അപ്പൊ എനിക്ക് ടോട്ടൽ ഏരിയ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് റെക്ടാങ്കിളിന്റെ ഏരിയ കണ്ടല്ലോ. അപ്പോൾ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, ഹാഫ് എ ബി അല്ലേ, ഹാഫ് ഇൻറ്റു എ ഇൻറ്റു ബി, ഹാഫ് എ ബി, ഹാഫ് ഇൻറ്റു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ഇവിടെ ലെങ്ത് എത്ര വരുന്നത്, സോറി, ഹാഫ് ഇൻറ്റു ഹൈറ്റ് ഇൻറ്റു ബേസ്. ബേസ് എന്താണ് 3, ഇതല്ലേ ബേസ്. ഈ ട്രയാങ്കിളിന്റെ ബേസ് എത്രയാണ്, അപ്പോ ഇത് എത്ര വരുന്നത്, ടി എന്നുള്ളതല്ലേ വരുന്നത്, ടി ഡിസ്റ്റൻസ്. ദിസ് ഇസ് ടി, കണ്ടോ ഇത്രയും വരെ ടി അല്ലേ. അപ്പോ ബേസ് എന്താണ്, ടി ആണ്. ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ വി മൈനസ് v0. എന്റെ ഫൈനൽ വെലോസിറ്റി ആണ് v, ഇനീഷ്യൽ വെലോസിറ്റി ആണ് v0. അപ്പൊ ഇത്രയും ഡിസ്റ്റൻസ് എന്ത് കിട്ടി, v മൈനസ് v0. അപ്പോ ഹാഫ് ഇൻറ്റു v മൈനസ് v0 ഇൻറ്റു ടി, ഹാഫ് ഇൻറ്റു ബി എച്ച്. ബി എന്ന് പറഞ്ഞാൽ ടി ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ v മൈനസ് v0. അപ്പോൾ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു v മൈനസ് v0 ടി പ്ലസ് v0 ടി. സോറി, ഇത്രയാണ് ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെ.
ട്രയാങ്കിളിന്റെ ഏരിയ എത്രയും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് എനിക്ക് റെക്ടാങ്കിളിന്റെ ഏരിയ കാണിക്കണം. റെക്ടാങ്കിളിന്റെ എങ്ങനെയാണ്? ബ്രെഡ്ത്ത് ഇൻറ്റു ലെങ്ത്. ലെങ്ത്തും ബ്രെഡ്ത്ത് എത്രയാ? ടി ആണ് ലെങ്ത് എങ്കിൽ V0 ആയിരിക്കും എന്ത്? ബ്രെഡ്ത്ത് അല്ലേ? ഇത്രയും V0 അല്ലേ ലെങ്ത്? V0 ആണ്. ഇത്രയും എന്താണ്? ടി ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഏരിയ എത്രയാവും? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് V0 ഇൻറ്റു ടി. ട്രയാങ്കിളിന്റെ ഏരിയ ഓക്കെ അല്ലേ? ട്രയാങ്കിളിന്റെ സോറി റെക്ടാങ്കിളിന്റെ ഏരിയ. ദിസ് ഈസ് റെക്ടാങ്കിളിന്റെ ഏരിയ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു V മൈനസ് V0 ഇൻറ്റു ടി പ്ലസ് V0 ടി. ഓക്കെ, അപ്പൊ അതാണ് എൻ്റെ എക്സ്. എക്സ് എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, നമ്മൾ ഡിറൈവ് ചെയ്ത് വെച്ചിട്ടുണ്ട് V മൈനസ് V0 ഈക്വൽ ടു AT. അതാണ് ഉണ്ടോ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ടോ? ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്താണ്. അപ്പൊ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ V മൈനസ് V0 സ്ഥാനത്ത് എന്ത് ചെയ്യാം? AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും? ഹാഫ് ഇൻറ്റു AT ഇൻറ്റു ടി എന്ന് വരും അല്ലേ? ഹാഫ് ഇൻറ്റു AT ഇൻറ്റു ടി. V മൈനസ് V0 എന്നാണ് AT. നമുക്ക് നേരത്തെ ഇക്വേഷൻ കിട്ടിയത്. അപ്പൊ ഹാഫ് ഇൻറ്റു AT ഇൻറ്റു ടി. അപ്പൊ എന്തായി? ഹാഫ് AT സ്ക്വയർ ആയി. നെക്സ്റ്റ് ഈ V0 ടി അതുമാതിരി തന്നെ എഴുതി. V മൈനസ് V0 എന്ത് ചെയ്തു? AT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ S ഇസ് ഈക്വൽ ടു അല്ലെങ്കിൽ X ഇസ് ഈക്വൽ ടു V0 ടി പ്ലസ് ഹാഫ് AT സ്ക്വയർ. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇക്വേഷൻ. സോറി, രണ്ടാമത്തെ ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ ഞാൻ ഓൾറെഡി ഡിറൈവ് ചെയ്തിരുന്നു. ദിസ് ഈസ് മൈ സെക്കൻഡ് ഇക്വേഷൻ. ഇതാണ് S ഇസ് ഈക്വൽ ടു UT പ്ലസ് ഹാഫ് AT സ്ക്വയർ. V0 എന്നാണ് ഇനീഷ്യൽ വെലോസിറ്റി, ടി എന്നാണ് ടൈം, എ എന്നുള്ള ആക്സലറേഷൻ, എക്സ് എന്നാണ് ഡിസ്പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പൊ അത് ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഒരു ഇക്വേഷൻ കൂടി ഡിറൈവ് ചെയ്യാണ്ട് V ഈക്വൽ ടു U പ്ലസ് 2AS. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഇക്വേഷന് തിരിച്ചു വരികയാണ്. ഈ ഇക്വേഷനിൽ ഞാൻ ഒന്നുകൂടി മോഡിഫൈ ചെയ്ത് എഴുതുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ഈ ഹാഫിന് ഞാൻ രണ്ടിലേക്ക് സ്പ്ലിറ്റ് ആക്കി കൊടുക്കാം കേട്ടോ. അപ്പൊ എനിക്ക് എന്ത് വരും? V/2 മൈനസ് V0/2 ഇവിടെ ടി ഉണ്ട് കേട്ടോ. ടി ടി ഞാൻ ഇതിനെ രണ്ടിനെ സ്പ്ലിറ്റ് ആക്കി കൊടുത്തതാണ്. VT/2 മൈനസ് V0T/2 പ്ലസ് V0T. ഓക്കെ ആണല്ലോ. ഒന്നുമില്ല, ഞാൻ ഈ രണ്ടിനെ ഓരോന്നിക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? ഈ ടി ഉള്ളിലേക്ക് ഗുണിച്ചപ്പോൾ VT മൈനസ് V0T കിട്ടി. ടീനെ എന്ത് ചെയ്യുക? ഉള്ളിലേക്ക് ഗുണിക്കുക, എന്നിട്ട് സ്പ്ലിറ്റ് ആക്കി എഴുതുക. VT/2 മൈനസ് V0T/2 പ്ലസ് V0T. ഓക്കെ ആണല്ലോ. ഇനി ഇത് നോക്കൂ, ഇന്ന് എനിക്ക് എന്ത് കിട്ടും? ഈ മൈനസ് V0T പ്ലസ് V0T, ഇതൊരു V0Tയും ഇത് ഹാഫ് V0Tയും രണ്ടും കൂടി മൈനസ് ചെയ്ത് എന്തിരിക്കും? ഹാഫ് V0T കിട്ടില്ലേ? അപ്പോ എനിക്ക് എന്ത് കിട്ടി? VT/2 V0T മൈനസ് V0T/2, അതായത് 1 മൈനസ് അതിന്റെ ഹാഫ്. അപ്പൊ എന്ത് കിട്ടി? അതിന്റെ ഹാഫിനില്ല. ഒരു ഭാഗത്ത് നിന്ന് ഹാഫ് പോയ എന്താവും? ഹാഫല്ലേ ഉണ്ടാവുള്ളൂ. ബാക്കി എന്ത് കിട്ടും? V0T/2 പ്ലസ് ആവും വരിക, പ്ലസ് V0T/2. മനസ്സിലാവുണ്ടല്ലോ? വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ ചിഹ്നം ഇടാം. ഇവിടെ വലുത് എന്താണ്? V0T ആണ്. അതിൽ നിന്ന് V0T/2 അതിന്റെ ഹാഫ് കുറച്ച് എന്ത് കിട്ടും? ഹാഫ് എന്നിൽ കിട്ടുക. അപ്പോ അതിനെ എഴുതി V0T/2. ഇതിനെയാണ് എനിക്ക് എന്ത് ചെയ്താൻ പറ്റും? ബേസ് രണ്ടും സെയിം അല്ലേ? അപ്പൊ എനിക്ക് എന്ത് ചെയ്യാം? V പ്ലസ് V0/2 ഇൻറ്റു ടി എന്ന് എഴുതി കൂടെ. S ഈക്വൽ ടു V പ്ലസ് V0/2 ഇൻറ്റു ടി. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? എനിക്ക്
ഈ ടിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുകയാണ്. ടിക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് എടുക്കുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു തരണോ? ഓക്കെ, ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞുതരാം. നമ്മൾ ഇക്വേഷൻ S is equal to V0t plus V minus V0 by 2 into t. ഇക്വേഷൻ നമുക്ക് കിട്ടിയിരുന്നു. എന്ത് ചെയ്യാൻ പോണ്? ഞാൻ ഈ ടീനുള്ളിലേക്ക് ഗുണിക്കാൻ പോണ്. V0t plus Vt by 2 minus V0 t by 2. എനിക്ക് കിട്ടി Vt by 2 ഒന്നിൽ നിന്നും ഹാഫ് പോയാൽ അതിൻ്റെ ഹാഫിനെ കിട്ടും. പ്ലസ് V0 t by 2. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം? t plus V0 by 2 into t എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ അല്ലേ? ഇനി എനിക്ക് ആൾറെഡി ഒരു ഇക്വേഷൻ ഉണ്ട്. V equal to V0 plus AT ന്റെ ആദ്യത്തെ ഇക്വേഷൻ. ഇതിൽ നിന്ന് ഞാൻ ടിക്കുള്ള ഇക്വേഷൻ കാണിക്കുകയാണ്. ടീനെ എനിക്ക് എന്തിട്ടും t equal to V minus V0 divided by A എന്ന് കിട്ടൂലേ? ഇതിൽ നിന്ന് ടി കണ്ടുപിടിച്ചാ ഇനി ടീൻ്റെ വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പം എനിക്ക് എന്ത് കിട്ടും? V plus V0 by 2 into V minus V0 by 2, sorry, by A. ഓക്കെ ആണല്ലോ? എന്താണ്? എസ് ആണല്ലേ, ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എന്തായി? എസ് എസ് ഇക്വൾ ടു എനിക്ക് എന്ത് കിട്ടി? എസ് എസ് ഇക്വൾ ടു എന്ത് കിട്ടി? എസ് ഇക്വൾ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി അല്ലേ ഫോം. അപ്പൊ എന്ത് കിട്ടും? എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി സ്ക്വയർ മൈനസ് V0 സ്ക്വയർ. എന്റെ സ്ഥാനത്ത് എന്താണ്? വി ആണ്. ബിന്റെ സ്ഥാനത്താണ് V0 ആണ്. അപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ, ബി സ്ക്വയർ. അപ്പം കിട്ടി. അങ്ങനെ തന്നെ ബൈ 2a എന്ന് വരുമല്ലേ അടിയിലെ? എ പ്ലസ് ബി എ മൈനസ് ബി, അടിയിൽ 2a. നെക്സ്റ്റ് ഇതിനൊന്ന് മോഡിഫൈ ചെയ്ത് എഴുതിയാൽ എനിക്കിത് കിട്ടും. V സ്ക്വയർ ഇസ് ഈക്വൽ ടു
v0 square plus 2as. This is my next equation. This is my third equation. v square is equal to u square plus 2as. അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. അപ്പോൾ നമ്മൾ 3 ഇക്വേഷൻ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞു. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഈസി ആണല്ലോ? ഓക്കെ. എക്സാമിന് ഇത് ഡിറൈവ് ചെയ്യാൻ വരുന്നുണ്ട്, ശ്രദ്ധിക്കണം. അപ്പം 3 ഇക്വേഷൻ കിട്ടി. v equal to u plus at, s is equal to half ut plus half at square, v equal to u square plus 2as. ഓക്കെ ആണല്ലോ? Next we have to move to what is relative velocity. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനനുസരിച്ചുള്ള പ്രോബ്ലംസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. പ്രോബ്ലംസ് വരാം, ഡിറൈവ് ചെയ്യാനും വരാം. ഓക്കെ, ഡിറൈവ് ചെയ്ത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫോളോ ചെയ്യുക, കറക്റ്റായി പോവുക. നെക്സ്റ്റ്, വാട്ട് ഈസ് റിലേറ്റീവ് വെലോസിറ്റി. നിങ്ങൾ വെലോസിറ്റി എന്ന് കേട്ടിട്ടുണ്ടാവും, പക്ഷെ റിലേറ്റീവ് വെലോസിറ്റി എന്ന് കേൾക്കാൻ സാധ്യതയില്ല. അപ്പോൾ എന്താണ് റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, നമ്മൾ എടുക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസിന് അനുസരിച്ച് വെലോസിറ്റിക്ക് ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, വാട്ട് ഈസ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഫ്രെയിം ഓഫ് റെഫറൻസ് എന്താണെന്ന് ഡെഫിനിഷൻ ആയിട്ട് കാണാപ്പാടം പഠിച്ചിട്ട് കാര്യമില്ല. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. എന്താണ് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ, നോക്കുക, ഞാൻ രണ്ട് കാറ്, 2 cars ഉണ്ട്. രണ്ട് കാർ ഞാൻ അല്ലെങ്കിൽ രണ്ട് ട്രെയിൻ ഞാൻ അസ്യൂം ചെയ്യാണ്. രണ്ട് ട്രെയിൻ ഞാൻ അസ്യൂം ചെയ്യാണ്. നോക്കിക്കോളാം. എ ബി എന്ന് പറഞ്ഞ രണ്ട് ട്രെയിൻ, എ എന്ന് പറഞ്ഞ ട്രെയിൻ, ബി എന്ന് പറഞ്ഞ ട്രെയിൻ. ഇത് ട്രെയിൻ, ഇത് രണ്ടാമത്തെ ട്രെയിൻ. ട്രെയിൻ ഞാൻ ഇപ്പൊ ഇങ്ങനെ റിപ്രസെന്റ് ചെയ്യുന്നുള്ളൂ. ഇത് രണ്ട് ട്രെയിൻ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം രണ്ട് ട്രെയിനും ഒരേ വെലോസിറ്റി തന്നെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ട്രെയിനിൻ്റെ ഒരു ബോഗി, ഇവിടെ ഒരു ബോഗി ഉണ്ട്. കറസ്പോണ്ടിങ് ആയിട്ട് മറ്റേ ട്രെയിനിന്റെ നേരെ തന്നെ മറ്റേ ബോഗി ഉണ്ട്. ട്രെയിൻ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ രണ്ടും ഒരുമിച്ച് ഒരേ ലെങ്ത്തിൽ പോവാണ്. ഓക്കെ, ഇതിന് ഇത്ര തന്നെ ലെങ്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ രണ്ട് ട്രെയിൻസ് വിത്ത് ഈക്വൽ വെലോസിറ്റി, മൂവിങ് വിത്ത് ഈക്വൽ വെലോസിറ്റി, അപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇവിടെ ഒരു മനുഷ്യനുണ്ട്, ഇവിടെ ഒരു മനുഷ്യനുണ്ട്. ഈ രണ്ട് ബോഗിയും എന്താണ്, നേരെ തന്നെയാണ്. സെയിം വെലോസിറ്റി പോകുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നേരെ തന്നെയാണ് ഇരിക്കുന്നത്. രണ്ടും നേരെ തന്നെ അങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ ഉള്ള ഒരാള്, എ എന്ന് പറഞ്ഞ ഒരാള് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എ. ഇവിടെ ബി എന്നുള്ള ഒരാളുണ്ട്. ബി എന്നുള്ള ആൾ എന്താ ചെയ്യുന്നത് അറിയോ? അയാളും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ എ എന്നുള്ള ആള് ബി ആളെ നോക്കുമ്പോൾ ബി ഉള്ള ആള് ബുക്ക് വായിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ബി എന്ന ആള് എ എന്ന ആളെ നോക്കുമ്പോൾ എയും ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എനെ സംബന്ധിച്ച് ബി മൂവ് ചെയ്യുന്നുണ്ടോ? കാരണം ഇവിടെ ഇപ്പോ നമ്മൾ ഒരു രണ്ടാൾക്കാർ റൂമിൽ ഇരിക്കുന്ന പോലെ തന്നെയല്ലേ ഇരിക്കുന്നത്. കാരണം എ നോക്കുമ്പോൾ എപ്പോഴും ബി ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ബി നോക്കുമ്പോൾ എപ്പോഴും എ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പൊ വല്ല മാറ്റം സംഭവിക്കുന്നുണ്ടോ? ഇല്ല. രണ്ടാളും ഇങ്ങനെ ഒരു റൂമിൽ തന്നെ ഇരിക്കുന്ന പോലെയല്ലേ ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പൊ എനെ സംബന്ധിച്ച് ബി മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എനെ സംബന്ധിച്ച് ബി മൂവ് ചെയ്യുന്നില്ല. ബിനെ സംബന്ധിച്ച് എ മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല. രണ്ടും ഒരേ സമയത്ത് ഇങ്ങനെ രണ്ടാൾക്കാരും ഇങ്ങനെ ഒരു റൂമിൽ എന്ന പോലെ രണ്ടാളും കണ്ട് ഇരിക്കല്ലേ. അപ്പൊ എല്ലാം മോശം വരുന്നുണ്ടോ? രണ്ട് തീവണ്ടി മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ ഇവർക്കത് ബാധകമാവുന്നില്ല. ഇവരപ്പോ രണ്ടാളും ഇങ്ങനെ സെയിം വെലോസിറ്റി മൂവ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് എന്തില്ല, അത് ഫീൽ ചെയ്യുന്നില്ല. ഇവർ രണ്ടാളും തമ്മിൽ റെസ്റ്റിലാണെന്നാണ് വിചാരിക്കുന്നത്. അതായത് എനെ സംബന്ധിച്ച് ബി റെസ്റ്റിലാണ്, ബിനെ സംബന്ധിച്ച് എയും റെസ്റ്റിലാണ്. മൂവ് ചെയ്യുന്നില്ലല്ലോ. രണ്ടാൾക്കാരും അങ്ങോട്ടും അപ്പളും കാണുന്നുണ്ട് റൂമിൽ എന്ന പോലെ.
അപ്പോൾ എനെ സംബന്ധിച്ച് ബിക്ക് വെലോസിറ്റി ഇല്ല, ബിനെ സംബന്ധിച്ച് എക്കും എന്തില്ല, വെലോസിറ്റി ഇല്ല. അപ്പോൾ പക്ഷേ ഈ രണ്ട് ട്രെയിനും പ്ലാറ്റ്ഫോമിലേക്ക് എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഈ രണ്ട് ട്രെയിനും അടുക്കുകയാണ്. അപ്പൊ ഞാൻ പ്ലാറ്റ്ഫോമിലുണ്ട്, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ രണ്ടാൾക്കാരും നോക്കുകയാണ്, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നും ഈ രണ്ടാൾക്കാരും നോക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണ്, ഈ രണ്ട് ട്രെയിനും ഇങ്ങനെ എൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് മൂവ് ചെയ്യാണ്. അപ്പൊ എനിക്കെന്ത് തോന്നുന്നത്, ഈ രണ്ടാൾക്കാർ മൂവ് ചെയ്യുന്നല്ല തോന്നുക. കാരണം എന്നെ സംബന്ധിച്ച് ട്രെയിൻ രണ്ടും അടുത്തേക്ക് വരുന്നുണ്ട്, ആ ട്രെയിനിലേക്ക് രണ്ടാൾക്കാർക്കും എന്തുണ്ട്, മോഷൻ ഉണ്ട്, എൻ്റെ അടുത്തേക്ക് വരുന്നതായിട്ട് തോന്നുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ച് ഈ രണ്ട് വ്യക്തികൾക്ക് എന്തുണ്ട്, വെലോസിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർ റെസ്റ്റിലല്ല, അവർ മൂവ്മെന്റിലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് അവർ രണ്ടാളും മൂവിങ്ങിലാണ്, പക്ഷെ അവരെ സംബന്ധിച്ച് അവർ രണ്ടാളും എന്തല്ല, മൂവിങ്ങിലല്ല. ഇവിടെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസിൽ കൺസെപ്റ്റ് വരുന്നത്. എന്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അവർ മൂവിങ് ആണ്, പക്ഷെ അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ അവർ മൂവിങ് അല്ല. മനസ്സിലായോ? അതാണ് ഫ്രെയിം ഓഫ് റെഫറൻസ്. ഇത് മനസ്സിലായി ഒന്നുകൂടി പറഞ്ഞുതരാം. ഒരു ഗ്രൗണ്ടിൽ, നമ്മളൊരു ഗ്രൗണ്ടിൽ രണ്ട് കുട്ടികൾ ഇങ്ങനെ നിൽക്കുകയാണ്, രണ്ട് കുട്ടികൾ നിന്ന് സംസാരിക്കുകയാണ്. ആ രണ്ട് കുട്ടികളും ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കുറെ നേരമായിട്ട് സംസാരിക്കുകയാണ്. അപ്പൊ അവരെ സംബന്ധിച്ച് അവർക്ക് മോഷൻ ഉണ്ടോ, അവരുണ്ടാവും നിന്ന സ്ഥലത്ത് തന്നെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ അവരെ സംബന്ധിച്ച് അവരുണ്ടാവും തന്നെ സ്റ്റേഷനറി ആണ്. ഒരാളെ സംബന്ധിച്ച് മറ്റേ ആള് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നത് അവിടെ തന്നെ റെസ്റ്റിലായിട്ട് തന്നെ നിൽക്കുകയാണ്, മറ്റൊരാളെ സംബന്ധിച്ച് ഇയാൾ എന്തുണ്ട്, റെസ്റ്റിലായിട്ട് നിൽക്കുകയാണ്. പക്ഷെ ഞാൻ ബഹിരാകാശത്തേക്ക് പോയി, ബഹിരാകാശത്ത് നിന്നും ഞാൻ ഈ കുട്ടികളെ ഒബ്സർവ് ചെയ്യാണ്. ബഹിരാകാശത്ത് നോക്കുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നു, ഭൂമി ഇങ്ങനെ സ്വയം അച്ചുതണ്ടിൽ കറങ്ങല്ലേ. ബഹിരാകാശത്ത് നിൽക്കുന്ന ഞാൻ ഭൂമിയെ നോക്കുമ്പോൾ ഭൂമി എന്താ ചെയ്യുന്നത്, സ്വന്തം അച്ചുതണ്ടിൽ എന്താണ്, തിരിയുണ്ട് അല്ലേ ചെറുതായിട്ട്. അപ്പോ ബഹിരാകാശത്ത് ഞാൻ നോക്കുമ്പോൾ ഈ രണ്ട് കുട്ടികൾ എന്തുണ്ട്, ശരിക്കും ഒപ്പം കറങ്ങുന്നില്ലേ. കാരണം ഭൂമിയുടെ ഭ്രമണം ഉണ്ട്. അപ്പൊ ഈ ഗ്രൗണ്ടിൽ നിൽക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സർഫസ് അല്ലല്ലേ, അപ്പൊ അവർക്കും എന്തുണ്ട്, മോശം വരുന്നില്ലേ. പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് എന്തില്ല, മോഷൻ ഇല്ല. പക്ഷെ ബഹിരാകാശത്ത് നിൽക്കുന്ന എനിക്ക് എന്തുണ്ട്, ഈ രണ്ട് കുട്ടികളും മോഷനിലാണെന്ന് പറയാൻ പറ്റില്ലേ. അപ്പൊ എന്റെ ഫ്രെയിം ഓഫ് റെഫറൻസ്, എന്റെ ബഹിരാകാശത്തിലുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് കാരണം അവർക്ക് മോഷൻ ഉണ്ട്, പക്ഷെ അവരുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്തില്ല, അവർക്ക് മോഷൻ ഇല്ല. ഓക്കെ, അപ്പൊ കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന വെലോസിറ്റി അല്ല ശരിക്കും നമ്മൾ ഒരാളെ എങ്ങനെയാണ് കാണുന്നത്, അങ്ങനെയല്ല വേറൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ വേറൊരാൾ അയാളെ കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ഫ്രെയിം ഓഫ് റെഫറൻസ് മാറുന്തോറും എന്തുണ്ട്, ഓരോ ഒബ്ജക്റ്റിന്റെയും വെലോസിറ്റിയും അതുപോലെ തന്നെ വെലോസിറ്റി, ആക്സലറേഷൻ, ഡിസ്പ്ലേസ്മെന്റ് എന്നിവയെല്ലാം മാറിക്കൊണ്ടിരിക്കാം എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത്, റിലേറ്റീവ് കൺസെപ്റ്റ് വരുന്നത്. റിലേറ്റിവിറ്റി, എല്ലാം റിലേറ്റിവിറ്റിയാണ്. ഓക്കെ, ഓരോ ഫ്രെയിം ഓഫ് റെഫറൻസിലും വ്യത്യസ്ത രീതിയിലാണ് എന്ത്, വസ്തുക്കൾ പെരുമാറുന്നത് എന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ അവിടെയാണ് എന്ത്, റിലേറ്റീവ് വെലോസിറ്റിന്റെ കൺസെപ്റ്റ് വരുന്നത്. നമുക്ക് നോക്കാം റിലേറ്റീവ് വെലോസിറ്റി. What is relative velocity? This is the velocity of an object relative to some other object, which might be stationary, moving slowly, or moving with same velocity. Moving with higher velocity or moving with opposite direction. അതായത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ റിലേറ്റീവ് ആയിട്ട് പറയുകയാണ്, വെലോസിറ്റി ഓഫ് ആൻ ഒബ്ജക്ട് റിലേറ്റീവ് ടു അതർ ഒബ്ജക്ട്, അതിനാണ് എന്ത് പറയുന്നത്, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഒന്നില്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മോഷനിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിരിക്കാം, അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റ് മറ്റേ ഒബ്ജക്റ്റിന്റെ സെയിം വെലോസിറ്റിയിലായിരിക്കാം, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കാം. എങ്ങനെയൊക്കെയോ ആയിക്കോട്ടെ, ഒരു വസ്തുവിന്റെ വെലോസിറ്റി, റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ഒബ്ജക്ട് റിലേറ്റീവ് ടു സം അതർ ഒബ്ജക്ട്. വേറെ ഒബ്ജക്റ്റ് എങ്ങനെ മറ്റേ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കാണുന്നു എന്നുള്ളതാണ് റിലേറ്റീവ് വെലോസിറ്റി. റിലേറ്റീവ് ആയിട്ട് എന്നെ സംബന്ധിച്ച് ഒരാൾ മൂവ് ചെയ്യുന്നുണ്ട്, പക്ഷെ വേറെ ആളെ സംബന്ധിച്ച് എന്തില്ല, അയാൾക്ക് മൂവ് ഇല്ല. അതാണ് എന്ത്, റിലേറ്റീവ് കൺസെപ്റ്റ്. ഞാൻ ഫിഗർ കൊടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട്, അതായത് ഇനി അതിന്റെ ഇക്വേഷൻ, ചെറിയൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. അതായത് രണ്ട് വസ്തുക്കളുണ്ട്, എ ടി. ഞാൻ പറഞ്ഞല്ലോ ട്രെയിനിന്റെ കേസിൽ തന്നെ,
ട്രെയിനിൽ രണ്ടാൾക്കാരുണ്ടായാലും എയും ബിയും. അപ്പോൾ എയും ബിയും എങ്ങനെയും ആയിക്കോട്ടെ, ചിലപ്പോൾ അവര് മോഷനിലായിരിക്കാം, ഇല്ലെങ്കിൽ അവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മോഷനിലായിരിക്കാം, ഇല്ലെങ്കിൽ അവർ സ്റ്റേഷനറി ആയിരിക്കാം. എങ്ങനെയൊക്കെ ആയിരുന്നോട്ടെ, എനെ സംബന്ധിച്ച് ബിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതാണ് വി എ ബി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ബിനെ സംബന്ധിച്ച് എന്റെ വെലോസിറ്റി. ഇതെങ്ങനെ എഴുതാം? വി എ മൈനസ് വി ബി എന്നാണ് അറിയാം. വി എ മൈനസ് വി ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ബിന്റെ കണ്ണിൽ എ എങ്ങനെയാ, എയുടെ വെലോസിറ്റി എന്താണ് എന്നാണ് വി എ ബി പറഞ്ഞിരുന്നത്. അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വി എ മൈനസ് വി ബി. അതുപോലെ തന്നെ വി ബി എ ഉണ്ട്, അതെന്താണ്? വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. അങ്ങനെ എഴുതാം, വി ബി മൈനസ് വി എ. എയുടെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ബിക്കുള്ള വെലോസിറ്റി ആണെന്ത്? ബി ബി എ, അല്ലെങ്കിൽ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ. വി ബി മൈനസ് വി എ. ഓക്കെ, നിങ്ങൾ കണ്ടോ, ഒരു ഗ്രാഫ് എടുക്കുന്നുണ്ടോ? ബി എന്നുള്ള ഒബ്ജക്റ്റിന്റെ മോഷനാണ് എടുത്തിരിക്കുന്നത്, എ എന്നുള്ള ഒബ്ജക്റ്റിന്റെ മോഷൻ എടുത്തിരിക്കുന്നത്. ഇതെന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫ് ആണല്ലേ. ഇങ്ങനെ വന്നാൽ എന്താണ്? യൂണിഫോം മോഷൻ എന്ന് പറയാലോ. യൂണിഫോം മോഷൻ എന്താണ്? പൊസിഷൻ ടൈം ഗ്രാഫിലെ സ്ട്രെയിറ്റ് ലൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? വെലോസിറ്റി ഈസ് കോൺസ്റ്റന്റ് എന്ന് സൂചിപ്പിക്കുന്നു. അതുകൊണ്ട് തന്നെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആയതിനെ എന്ത് പറയും? യൂണിഫോം മോഷൻ എന്ന് പറയും. അപ്പൊ എയും ബിയും എന്താണ്? യൂണിഫോം മോഷനിലാണ്, ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് മൂവ് ചെയ്യുന്നത്. രണ്ടും പോസിറ്റീവ് അല്ലേ? പോസിറ്റീവ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. രണ്ടിനും എന്താണ്? സെയിം വെലോസിറ്റി ആണെന്ന് കണ്ടല്ലോ. കാരണം എന്താ? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ തീറ്റ. ടാൻ തീറ്റ കണ്ടിട്ടാണല്ലോ വെലോസിറ്റി കണ്ടുപിടിക്കുക. ടാൻ ടി ടു അല്ലെങ്കിൽ വി എക്സ് ടു മൈനസ് എക്സ് വൺ ബൈ വി ടു മൈനസ് ടി ടു മൈനസ് ടി വൺ അത് കണ്ടുപിടിക്കാം. ഇവിടെ ടാൻ തീറ്റ നോക്കുമ്പോൾ രണ്ടും സെയിം ആണ്. ടാൻ തീറ്റ എന്ന് ബേസ് ആയിട്ടുള്ള ടാൻ തീറ്റ. ഇവിടെ തീറ്റ ആണല്ലോ, ഇതാണ് തീറ്റ. ഇതും ഇവിടെയും തീറ്റ ഉണ്ടാവുമല്ലോ. ഇപ്പൊ രണ്ടിന്റെയും തീറ്റ കിട്ടി. ഈ രണ്ട് തീറ്റ എന്തായിരിക്കും? സെയിം ആയിരിക്കും. കാരണം സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ, സെയിം ആയിട്ടുള്ള ലൈൻസ് അല്ലേ. ഇങ്ങനെയാണല്ലേ, ഇങ്ങനെയുള്ള ആംഗിൾസ് തുല്യമാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരു ആംഗിളും ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടെങ്കിൽ അതെന്താണ്? തുല്യമാണ്. അപ്പോൾ ഈ തീറ്റയും തുല്യമാണ്. അതുകൊണ്ട് തന്നെ ടാൻ തീറ്റ രണ്ടിനും സെയിം ആണല്ലോ. അപ്പൊ രണ്ടും എന്താണ്? സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് പറയാൻ പറ്റും. എയും ബിയും എന്താണ്? സെയിം വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ ട്രെയിനിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് ട്രെയിനും ഒരേ വെലോസിറ്റി മൂവ് ചെയ്യുന്ന പോലെ ഇത് രണ്ടും എന്താണ്? ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യാണ്. അപ്പൊ ഇവിടെ ബി ബി ഈക്വൽ ടു ബി എ ആണ്. ബി ബി എ, വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ബി മൈനസ് ബി എ. അതെന്തായിരിക്കും? സീറോ ആവില്ലേ? രണ്ടാൾക്കും സെയിം വെലോസിറ്റി ആകുമ്പോൾ ബി ബി മൈനസ് ബി എ എന്തായിരിക്കും? സീറോ ആയിരിക്കും. വി എ ബി, വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. ബിന്റെ കണ്ണിൽ എന്റെ വെലോസിറ്റി, അതായത് വി എ മൈനസ് വി ബി, അതെന്തായിരിക്കും? സീറോ ആയിരിക്കും. രണ്ടും തന്നെ സീറോ ആൻഡ് ആൽസോ ഈക്വൽ. ടു ഒബ്ജക്ട് സീംസ് ടു ബി സ്റ്റേഷനറി ഫോർ സം ആൻസർ. അതാണ് ഞാൻ പറഞ്ഞത്. രണ്ടിന്റെ വെലോസിറ്റി സീറോ ആണ്. അപ്പൊ എന്താണ്? രണ്ടാളും അങ്ങോട്ടും സ്റ്റേഷനറി എന്നുള്ള കൺസെപ്റ്റ് ആണ് ഉള്ളത്. നമ്മൾ ആ ട്രെയിനിലെ കേസിൽ പറഞ്ഞ പോലെ തന്നെ. നെക്സ്റ്റ് നോക്കൂ, വി എ ഈസ് ഗ്രേറ്റർ ദാൻ സ്ലോപ്പ്. ഇവിടെ നിന്ന് സ്ലോപ്പ് കാണുമ്പോൾ എന്ത് വരിക? ഈ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാഫ് കുറച്ച് സ്റ്റീപ്പ് ആണല്ലേ, സ്റ്റീപ്പ്. സ്ലോപ്പ് വളരെ കൂടുതലാണ്, തീറ്റ കുറച്ച് കൂടുതലാണ് എക്ക്. പക്ഷെ ബിന്റെ കാര്യമോ? ബി എനേക്കാൾ സ്റ്റീപ്പ് അല്ല. സ്റ്റീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെ കുത്തനെ പോവില്ലേ. ബിന്റെ തീറ്റ എന്ന് പറഞ്ഞാൽ കുറവാണ്, എന്റെ തീറ്റയാണ് കൂടുതൽ. അപ്പോൾ എക്കോ എന്ത്? കൂടുതൽ വെലോസിറ്റി. വെലോസിറ്റി കൂടുതലാണ് എങ്ങനെ കാണാം? കുത്തനെ അല്ലേ, എ കുത്തനെയാണ്, ബി കുറച്ചും കൂടി ചെരിഞ്ഞാണ് അല്ലേ. അപ്പൊ എ ആണ് കൂടുതൽ സ്റ്റീപ്പ്. കൂടുതൽ സ്റ്റീപ്പ് ആയതാണ് എന്ത്? കൂടുതൽ വെലോസിറ്റി ഉള്ളത്. ഇവിടെ എ ആണ് കൂടുതൽ സ്റ്റീപ്പ് ആയിട്ടുള്ളത്. അപ്പൊ എക്കാണ് ഇവിടെ വെലോസിറ്റി കൂടുതൽ. എ ഈസ് മൂവിങ് വിത്ത് ഹയർ വെലോസിറ്റി ദാൻ ബി. അപ്പൊ വി എ ഗ്രേറ്റർ ദാൻ ബി ബി ആണ്. അപ്പൊ ഇവിടെ നമ്മൾ കാണുകയാണെങ്കിൽ എ ഭയങ്കര ഫാസ്റ്റ് മൂവ് ചെയ്യാണ്, ബി എന്താണ്? കുറച്ച് സ്ലോയിൽ മൂവ് ചെയ്യാണ്. അപ്പോൾ വെലോസിറ്റി ഓഫ് ബി വിത്ത് റെസ്പെക്ട് ടു എ, എനെ സംബന്ധിച്ച് ബിന്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ ആണ്. വി ബി മൈനസ് വി ബി എ, വി എ വി ബി എ എന്ന് പറഞ്ഞാൽ വി ബി മൈനസ് വി എ, വി ബി മൈനസ് വി എ. ഞാൻ പറഞ്ഞു വെലോസിറ്റി ഓഫ് എ എന്താണ്? വിനെയാണ് വലുതല്ലേ. അപ്പൊ ഈ ക്വാണ്ടിറ്റി എന്താവും? നെഗറ്റീവ് ആവില്ലേ. അതാണ് പറഞ്ഞത്.
അപ്പോൾ ഈ ക്വാണ്ടിറ്റി എന്താണ്? നെഗറ്റീവ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് വി എ മൈനസ് വി ബി എന്ന് എഴുതിക്കൂടെ? വി എ മൈനസ് വി ബി. വി എ മൈനസ് വി ബി എന്താണ്? വി എ ബി. വി ബി ഈക്വൽ ടു മൈനസ് വി എ ബി എന്ന് എഴുതിക്കൂടെ? മൈനസ് വി എ ബി. വി ബി മൈനസ് വി എ ഈക്വൽ ടു മൈനസ് വി എ ബി. അപ്പോൾ വി ബി എ ഈക്വൽ ടു മൈനസ് വി എ ബി എന്ന് പറയാലോ. മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി എ ആൻഡ് വി എ ബി വിൽ ബി ലോവർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി എ ആൻഡ് വി ബി. ഈ കേസിൽ വി എ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആൻഡ് വി ബിനെക്കാളും ചെറുതായിരിക്കും. ഒബ്ജക്ട് എ അപ്പിയേഴ്സ് ഫാസ്റ്റർ ടു ബി ആൻഡ് ബി അപ്പിയേഴ്സ് സ്ലോവർ ടു എ. ഇവിടെ എന്താണ്? വി ബി എ എന്ന് പറഞ്ഞാൽ വി എൻ്റെ ബി ബിൻ്റെ വി ബി എന്ന് പറഞ്ഞാൽ വി എനേക്കാളോ വി ബിനേക്കാളോ ചെറുതാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ്, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നത്. വി എ ഓപ്പോസിറ്റ്, വി എക്ക് ഓപ്പോസിറ്റ് ആയിട്ട് വി ബി. രണ്ടിൻ്റെയും വെലോസിറ്റി ഉണ്ടോ? ക്രോസ് ചെയ്യുന്നുണ്ട്. രണ്ട് ട്രെയിനും ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്യുന്നത് എങ്ങനെയാണോ അതാണ് ഇവിടെ വരുന്നത്. കണ്ടോ? ഒന്ന് നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത്, ഒന്ന് പോസിറ്റീവ് ആയിട്ടും. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആലോചിക്കണം, അല്ലെങ്കിൽ കണ്ടെത്തണം, അല്ലെങ്കിൽ മനസ്സിലാക്കണം. ഓക്കെ. വി ആൻഡ് വി ബി ഓഫ് ഓപ്പോസിറ്റ് സൈൻ. വി ബി എ ഈക്വൽ ടു മൈനസ് വി എ ബി. ഇവിടെ ഇങ്ങനെ തന്നെ വരുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് വരികയാണെങ്കിൽ വി എ മൈനസ് വി ബി ഈക്വൽ ടു മൈനസ് വി എ ബി എന്നുള്ള കൺസെപ്റ്റ് ആണ് വരുന്നത്. നെക്സ്റ്റ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ബി എ ആൻഡ് വി എ ബി വിൽ ബി ഹയർ ദാൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആൻഡ് വി ബി. ഈ നമ്മുടെ റിലേറ്റീവ് വെലോസിറ്റി എന്ത് ചെയ്യും? മാഗ്നിറ്റ്യൂഡ് ഓഫ് എൻ്റെയും ബിനെക്കാട്ടും വലുതാവാനും സാധ്യതയുണ്ട്. ആ കേസാണ് ഓപ്പോസിറ്റ് ആയിട്ട് പോണ കേസ്. ഓക്കെ. ഓപ്പോസിറ്റ് പോണ കേസിലെ എ എന്നുള്ള വണ്ടി ഈ ഡയറക്ഷനിലും ബി എന്നുള്ള വണ്ടി ഈ ഡയറക്ഷനാണ് മൂവ് ചെയ്യുന്നതെന്നും കരുതുകയാണെങ്കിൽ എന്റെ വെലോസിറ്റിക്ക് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുത്തു. വി എ എന്താണ്? ഞാൻ പോസിറ്റീവ് ഡയറക്ഷൻ എടുത്തു. എനിക്ക് ഏതെങ്കിലും ഡയറക്ഷൻ പോസിറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പൊ ഞാൻ വി എന്റെ ഡയറക്ഷൻ എന്തായി? പോസിറ്റീവ് ആയിട്ട് എടുത്തു. അപ്പൊ വി ബി എന്തായിരിക്കും? നെഗറ്റീവ് ആവില്ലേ? വി ബി ഈക്വൽ ടു മൈനസ് വി ബി ആവും. വി എ ഞാൻ പോസിറ്റീവ് എടുത്തു, അപ്പൊ ബി എന്താണ്? ഞാൻ ഓപ്പോസിറ്റ് ആണ് പോകുന്നത്. അപ്പൊ എനിക്ക് ഇത് നെഗറ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ. കാരണം വെലോസിറ്റി ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. അപ്പോൾ എനിക്ക് ഡയറക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വി എൻ്റെ ഡയറക്ഷനാണ് ഞാൻ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ വി ബി എൻ്റെ എതിരെയാണ് വരുന്നത്. അപ്പോൾ വി ബിനെ ഞാൻ എന്ത് ചെയ്യണം? നെഗറ്റീവ് ആയിട്ട് എടുക്കണം. അപ്പോൾ ഇവിടെ വി എ മൈനസ് വി ബി എന്താണ് വരുന്നത്? വി എ മൈനസ് വി ബി, വി എ മൈനസ് വെലോസിറ്റി ഓഫ് എ വിത്ത് റെസ്പെക്ട് ടു ബി. അതാണ് എന്ത്? വി എ മൈനസ് വി ബി. അതെന്താ വരുന്നത്? വി എ മൈനസ് ഓഫ് മൈനസ് വി ബി എന്നാണ് വരിക. ഇതെന്താണ്? വി എ പ്ലസ് വി ബി അല്ലേ? അപ്പൊ എന്ത് കിട്ടി? റിലേറ്റീവ് വെലോസിറ്റി എനിക്ക് എന്ത് കിട്ടി? ബിനെക്കാട്ടും വി എൻ്റെയും വി ബിനെക്കാട്ടും കൂടുതലായിട്ടാണ് എനിക്ക് എന്ത് കിട്ടിയത്? റിലേറ്റീവ് വെലോസിറ്റി കിട്ടിയത്. എന്നാൽ വി എ പ്ലസ് വി ബി അല്ലേ? നമുക്ക് ആകെ വി എയും വി ബി ഉണ്ട്. അപ്പൊ എനിക്ക് റിലേറ്റീവ് വെലോസിറ്റി എന്ത് കിട്ടി? വി എ പ്ലസ് വി ബി. രണ്ടിനെക്കാട്ടും കൂടുതലായിട്ട് കിട്ടി. അതാണ് ഇവിടെ പറയുന്നത്. വി എ ബി വിൽ ബി ഹയർ ദാൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ആൻഡ് വി ബി. ബോത്ത് ഒബ്ജക്ട് വിൽ ബി അപ്പിയർ മൂവിങ് ഫാസ്റ്റ് ടു വൺ അനദർ. അത് ഞാനിപ്പോ ഒരു ട്രെയിനിൽ പോവാണ്, എൻ്റെ എതിരെ വേറെ ട്രെയിൻ വരുന്നുണ്ട്. അതിന്റെ വെലോസിറ്റി വി സീറോ ആണെന്ന് വിചാരിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് വരുന്ന തീവണ്ടീന്റെ വേഗത എന്ന് പറഞ്ഞാൽ വി സീറോനെക്കാട്ടും കൂടുതലാന്ന് പറയാം. അതായത് ഞാനൊരു ട്രെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ എതിരെ വരുന്ന ട്രെയിനിന് എന്ത് വെലോസിറ്റി ഉണ്ട്? വി സീറോ എന്നുള്ള വെലോസിറ്റി ഉണ്ട്. പക്ഷെ ട്രെയിൻ ഇരിക്കുന്ന എന്നെ സംബന്ധിച്ച് ആ ട്രെയിനിന്റെ വെലോസിറ്റി വി സീറോ അല്ല, അതിലേറെ കൂടുതലാണ്. കാരണം എനിക്ക് അത് അനുഭവപ്പെടുന്നത് അതിലേറെ കൂടുതലായിട്ടാണ്. കാരണം എൻ്റെ ഫ്രെയിം ഓഫ് റെഫറൻസിൽ ആ ട്രെയിനിന്
അതിന്റെ ഉള്ള വേഗതയിലേക്കാട്ടും കൂടുതലായിട്ട് എനിക്ക് അനുഭവപ്പെടും. അതാണ് എന്ത് റിലേറ്റീവ്. മനസ്സിലായോ? അതാണ് ഇവിടെ കണ്ടെത്തിയത്. അപ്പോൾ വി എ ബി എന്ന് പറഞ്ഞ റിലേറ്റീവ് വെലോസിറ്റി എന്താവാം? ഒന്നില്ലെങ്കിൽ വി എനെയും വി ബിനെയും കുറവായിരിക്കാം, അല്ലെങ്കിൽ വി എന്റെയും വി ബിന്റെ ഈക്വൽ ആയിരിക്കാം. സോറി, വി എ ബി റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ വി എന്റെയും വി ബിന്റെയും കുറവായിരിക്കാം, വി എന്റെയും വി ബിനെയാണ് കൂടുതലും ആയിരിക്കാം. അതാണ് ഇവിടെ കണ്ടെത്തിയത്. ഓക്കെ, രണ്ടും പൂജ്യമാണെങ്കിൽ എന്ത് ചെയ്യാം? വി എയും വി ബിയും പൂജ്യമാണെങ്കിൽ എന്ത് ചെയ്യും? വി ബി മൈനസ് വി എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ രണ്ടും 0 ആവും ചെയ്യാം. ഇപ്പം 3 കേസാണുള്ളത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പൊ എന്തൊക്കെ പറഞ്ഞിരുന്നത്? കൈനമാറ്റിക് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു? റിലേറ്റീവ് വെലോസിറ്റി എന്താണെന്ന് പറഞ്ഞു. റിലേറ്റീവ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഒബ്ജക്റ്റിനനുസരിച്ച് മറ്റേ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി. ഓക്കെ, എങ്ങനെ കാണുന്നു? അതിന്റെ പ്രോബ്ലംസ്, ഇതിന്റെ പ്രോബ്ലംസ് ആണ് ചോദിക്കുക. പിന്നെ ഈ ഗ്രാഫ് ചിലപ്പോൾ ചോദിക്കും കേട്ടോ. ഗ്രാഫ് സ്റ്റീപ്പർ ആയതിനാണ് കൂടുതൽ വെലോസിറ്റി ഉണ്ടാവുക, സ്റ്റീപ്പ് കുറഞ്ഞതിന് കുറഞ്ഞ വെലോസിറ്റി. ഓക്കെ, ഇനി ഈ പോയിന്റ് എന്താവും? ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. കാരണം രണ്ട് ഓപ്പോസിറ്റ്ലി മൂവ് ചെയ്യല്ലേ. ഓപ്പോസിറ്റ് മൂവ് ചെയ്യുന്ന കൂട്ടിമുട്ടുന്ന സന്ദർഭമാണ് എന്ത് ഈ പോയിന്റ് കാണിക്കുന്നത്. ഓക്കെ, എക്സാമിന് ചിലപ്പോൾ ഈ ഗ്രാഫ് വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഇതുവഴി അപ്പോൾ എഴുതാൻ പറ്റുമല്ലോ. ഓക്കെ, പിന്നെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയും പറയാനുള്ളത് എന്താ വെച്ചാൽ, മോഷൻ എന്നത് ഗ്രാവിറ്റി. അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ടായിരുന്നു, ചെറിയ കാര്യങ്ങൾ. അതായത് എനിക്കുന്നുണ്ട് എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ടല്ലോ. എസ് ഇസ് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. എസ് എന്ന് പറഞ്ഞാൽ ഞാൻ സഞ്ചരിച്ച ദൂരമാണല്ലേ. അപ്പൊ ഞാൻ എന്ത് ചെയ്യാ? ഇതൊരു ടവറാണ്. ടവറിന്റെ മുകളിൽ നിന്നും ഞാൻ കല്ല് താഴത്തേക്ക് ഇടാണ്. കല്ല് ഇങ്ങനെ താഴത്തേക്ക് പോവാണ്. ടവറിന്റെ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്. ഈ ഹൈറ്റ് എന്താണ്? എച്ച് ആണ്, ടോട്ടൽ എച്ച്. ഈ കല്ല് എത്ര മൂവ് ചെയ്യും? കല്ലിവിടെ നിന്ന് താഴേക്ക് എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്യും? ഈ എച്ച് ഡിസ്റ്റൻസ് തന്നെ മൂവ് ചെയ്യുക. അപ്പൊ ഇവിടെ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? എസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ്, അല്ലെങ്കിൽ എത്ര ദൂരം സഞ്ചരിച്ചു. അതെന്താണ് ഇവിടെ? എച്ച് ആയിട്ടാണ് എടുക്കുന്നത് അല്ലെ. എത്ര ദൂരം സഞ്ചരിച്ചു? എച്ച് ദൂരമല്ലേ സഞ്ചരിക്കുക ഇവിടെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ. എച്ച് ആണ്. പിന്നെ ഞാൻ ഈ കല്ല് ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ, കാരണം കല്ല് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒറ്റയിടല്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി എന്താണ്? 0 ആണ്. അപ്പൊ എനിക്ക് എന്തുണ്ട്? യു ഇക്വൽ ടു എന്താണ്? 0 ആണ്. ഓക്കെ, ഇനീഷ്യൽ വെലോസിറ്റി ഒരു വസ്തു താഴേക്ക് ഇടുമ്പോൾ അതിന്റെ ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ കയ്യിൽ നിന്നല്ല താഴെ ഇരുന്നത്. അപ്പൊ കയ്യിൽ പിടിക്കുന്ന സമയത്ത് അതിന്റെ വെലോസിറ്റി എന്താണ്? 0 ആണ്. താഴത്തേക്ക് ഇടുമ്പോൾ അല്ലേ വെലോസിറ്റി കൂടി വരുന്നത്. അപ്പൊ ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇത് രണ്ടും എന്റെ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? എച്ച് ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ എന്നല്ലേ കിട്ടുള്ളൂ. ഹാഫ് എ ടി സ്ക്വയർ, കാരണം യു ഈക്വൽ ടു 0. ദെൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന്റെ കേസിൽ ഇങ്ങനെ ഫ്രീ ഫാൾ ആയിട്ട് പോകുമ്പോൾ എന്റെ എ എന്ന് പറഞ്ഞാൽ മൈനസ് ജി ആണ്. കാരണം എർത്ത് എന്റെ സെന്ററിലേക്ക് എല്ലാ വസ്തുക്കളെ അട്രാക്ട് ചെയ്യും വിത്ത് എ ആക്സലറേഷൻ ഓഫ് മൈനസ് ജി. G is the gravitational constant minus 9.8 meter per second square. അപ്പം കിട്ടി മൈനസ് ഹാഫ് ഇൻറ്റു ജി ടി സ്ക്വയർ. What is h? h equal to minus half gt square. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിച്ചേക്കാം കേട്ടോ. എന്താവശ്യം വരാറുണ്ട്, എക്സാമിന് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഒരു സ്റ്റോപ്പിംഗ് വെലോസിറ്റി എന്നുണ്ട്. ഞാൻ അടുത്ത വി സ്ക്വയർ ഇസ് ഇക്വൽ ടു
യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറഞ്ഞല്ലോ. ഒരു കാർ എന്ത് ചെയ്യുക, കാർ ഇനീഷ്യൽ വെലോസിറ്റി യു ഉണ്ട്, യുവിൽ നിന്ന് കാറ് ഇനീഷ്യൽ വെലോസിറ്റി യു എന്നുള്ള വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഒരു സ്ഥലത്ത് നിന്ന് നിന്നു. ഒരു കാറ് യു വെലോസിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇനീഷ്യൽ വെലോസിറ്റി യു ആയിരുന്നു, എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പോയിട്ട് സ്റ്റോപ്പായിട്ട് നിന്നു. അപ്പൊ എന്റെ ഫൈനൽ വെലോസിറ്റി എന്താണ്, v = 0 അല്ലേ? ഓക്കെ, ഞാൻ യു എന്നുള്ള വെലോസിറ്റി നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്തു, പെട്ടെന്ന് ഒരു സ്ഥലത്ത് പോയി നിന്നു. അപ്പൊ എന്റെ ഫൈനൽ വെലോസിറ്റി എന്താവും, 0 ആവും, കാരണം ഞാൻ സ്റ്റോപ്പ് ചെയ്തല്ലോ. അപ്പോൾ ഈ വിക്ക് 0 കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, യു സ്ക്വയർ = -2as. ഇതാണ് എന്ത്, സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, സ്റ്റോപ്പിംഗ് ഡിസ്പ്ലേസ്മെന്റ്. എസ് എന്താണ്, ഞാൻ സഞ്ചരിച്ച ദൂരം, അതായത് ഞാൻ വെലോസിറ്റി സ്റ്റാർട്ട് ചെയ്യുന്ന പിന്നെ സ്റ്റോപ്പ് ചെയ്ത് വരെയുള്ള സഞ്ചരിച്ച വെലോസിറ്റി ആണ് എന്ത്, എസ്. അപ്പൊ എന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്, യു സ്ക്വയർ ബൈ 2a. ഇതാണ് എന്ത്, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എന്ന് പറയും, സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ്. ഇത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ധനമായിട്ട് ചോദിക്കാറുണ്ട്. ഇങ്ങനെ ഒരു 30 m/s ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നു, പെട്ടെന്ന് ഞാൻ സ്റ്റോപ്പ് ചെയ്തു, അപ്പൊ എന്റെ സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എത്രയാണ്, എനിക്ക് ആക്സലേഷൻ തന്നിരിക്കും. അപ്പൊ എന്ത് ചെയ്യാം, ഇക്വേഷൻ കൊടുക്കുക ചെയ്യാം, ഇത്രേ ഉള്ളൂ. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ട് ഇക്വേഷൻ കൂടി ഓർത്തേക്കുക. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്തിട്ട് നമ്മൾ പ്രോബ്ലം ചെയ്യും കേട്ടോ. ഓക്കെ, ഇത്രേ ഉള്ളൂ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. താങ്ക് യു.